ചാനൽ ട്രാവൽ ടേൽസ് ബൈ ഇന്ദു. അപ്പോൾ രാജസ്ഥാൻ സീരീസ് ഒക്കെ കഴിഞ്ഞ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം, അതായത് ഈ ഒരു പുതുവർഷത്തിൽ 2024 നമ്മുടെ ആദ്യത്തെ യാത്ര നമ്മളിതേ പോവാണ് കേട്ടോ. വലിയ യാത്രയൊന്നുമല്ല, ഒരു 1 ഡേ ട്രിപ്പ്. അതായത് ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും കോട്ടയം ഇടുക്കി ബോർഡറിലുള്ള ഇല്ലിക്കൽ കല്ലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 5:30 കേട്ടോ. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 5:30 ഇറങ്ങിയത്. ഇപ്പം നമ്മളുള്ളത് പ്ലാച്ചേരിയാണ് കേട്ടോ. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് ഒരു 35 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, പ്ലാച്ചേരിയിലെ കണ്ടോ, ഒരു നല്ല എന്താ പറയുക സീനിക് റൂട്ടാണ് കേട്ടോ. ഇത് നല്ലൊരു സ്ട്രെച്ചാണ്, കണ്ടില്ലേ? ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ തോന്നുന്നു. 2 സൈഡിലും മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ പ്ലാച്ചേരി ഭാഗത്ത് നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് യാത്ര തുടർന്ന് വരികയാണ് കേട്ടോ. ഞങ്ങൾ വന്ന റൂട്ട് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, വെഞ്ഞാറമൂട്, കിളിമാനൂർ, ആയൂർ, അഞ്ചൽ, പുനലൂർ, റാന്നി, കാഞ്ഞിരപ്പള്ളി, ഈരാട്ടുപേട്ട, അവിടെ നിന്ന് നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക്. ഇന്ന് വന്ന റൂട്ടിൽ ഇതുവരെയും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റോഡിൽ റാന്നി ചെത്തോങ്കരയിലുള്ള ആര്യഭവനിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നേരെ കാഞ്ഞിരപ്പള്ളി വന്ന് അവിടെ നിന്നും ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞ് ഈരാറ്റുപേട്ട ടൗൺ കഴിഞ്ഞ് കുളത്തൂക്കടവ് എന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞത്. വഴിനീളെ ഇല്ലിക്കല്ലിലേക്കുള്ള സൈൻ ബോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആർക്കും വഴിയൊന്നും തെറ്റില്ല. കുളത്തൂക്കടവിൽ നിന്നും ഇല്ലിക്കൽ കല്ലിലേക്കുള്ള വഴി തിരിഞ്ഞത് മുതൽ പിന്നെ മുഴുവനും നല്ല കയറ്റമാണ്. മുൻപ് ഈ വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇതുവഴി ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ വരികയുണ്ടായിരുന്നുള്ളൂ. അടുത്തിടെയാണ് റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. 4000 അടിയോളം ഉയരമുണ്ട് ഇല്ലിക്കൽ കല്ലിന്. അപ്പോൾ പിന്നെ കയറ്റം കയറാതെ പറ്റില്ലല്ലോ അല്ലേ? കയറ്റം കയറും തോറും തണുപ്പ് നന്നായി ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാറിൻ്റെ AC ഒക്കെ ഓഫ് ചെയ്ത് ഗ്ലാസ് ഒക്കെ താഴ്ത്തി നല്ല ശുദ്ധവായും ശ്വസിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങ് പോവാം. ഈ ഭാഗത്ത് എത്തുമ്പോൾ 1-2 റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ഇല്ലിക്കൽ കല്ലിൽ താമസിച്ച് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. റോഡിലൂടെ 2 പോത്തുകൾ ഓടി വരുന്ന കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. പക്ഷെ ക്യാമറ കണ്ട് നാണിച്ചാണെന്ന് തോന്നുന്നു, പോത്തുകൾ അങ്ങ് ഓട്ടം നിർത്തി കളഞ്ഞു. അപ്പോൾ അതേ പുറകെ പോത്തിൻ്റെ ഓണറും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. കാപ്പിച്ചെടികളെല്ലാം പൂത്ത് നിൽക്കുകയാണ്. കാപ്പിപ്പൂക്കളുടെ സുഗന്ധമാണ് കാറ്റിലൊക്കെ. നല്ല മണമാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ തലയ്ക്കത് വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ എൻട്രി ഗേറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കണ്ട ആദ്യത്തെ ബോർഡ് ഇടിമിന്നൽ സാധ്യതാ പ്രദേശം എന്നതാണ്. അപ്പോൾ മഴയുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് അത്ര സേഫ് ആയിരിക്കില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് ഇവിടെ വരെ പ്രവേശനമുള്ളൂ. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ഇനിയും ഏകദേശം 2 കിലോമീറ്ററോളം പോയാലാണ് നമ്മൾ ശരിക്കും ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റിലേക്ക് എത്തുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വളഞ്ഞ് വഴികളിലൂടെ ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലൊരു സാധനമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. പ്രൈവറ്റ് വെഹിക്കിളൊന്നും പോവില്ല. അവിടെ ജീപ്പ് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തിരി ദൂരം കൂടുതലാണ്. നടന്നു പോകുന്നവർക്ക് വേണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ജീപ്പ് ഹയർ ചെയ്ത് പോകാൻ തോന്നുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്കറിയില്ല. ടിക്കറ്റും ആ ജീപ്പിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ നോക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം.
അപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഭയങ്കര രസമുള്ള കാഴ്ച. ചുറ്റും കണ്ടില്ല വലിയ മലകളും, പക്ഷെ മലകളിൽ അങ്ങനെ ഗ്രീനറി ഇല്ല അല്ലേ, കുറച്ചൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. എന്നാലും നല്ല ഭംഗിയാട്ടോ കാണാൻ. വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ല, കാറ്റുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. പൊന്നു അതായി ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് എടുക്കുന്നത്? ഷാറുഖ് ഖാൻ നിന്നോ. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് മേളിലേക്ക് പോകാം. നമ്മളീ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. ഇതിനപ്പുറം മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ചെക്ക് പോസ്റ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പ്രവേശനമുള്ളത്. പക്ഷേ വൈകിട്ട് 5 മണി വരെ പാസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ വരുന്നവർ വൈകിട്ട് 5 മണിക്ക് മുൻപായി വരാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഈ കാണുന്ന ജീപ്പിലാണ് നമ്മൾ ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോകുന്നത്. നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും പോകാം. കഷ്ടിച്ച് 1.5 കിലോമീറ്റർ ദൂരമാണ് ജീപ്പിൽ പോകാൻ കഴിയുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഇവിടെ വേറെ ആരുമില്ല. അടുത്ത വണ്ടി വന്ന് 10 പേര് നിങ്ങൾക്ക് എനിക്ക് വിഷയമില്ല. ഒറ്റ ഗിയറേ ഉള്ളൂ. അതെ, ഒറ്റ ഗിയറേ പോയാൽ മതി. ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പയ്യൻ ചോദിക്കാം, ബാക്കി ഗിയറൊന്നും ഇല്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് ഇല്ലിക്കൽ വ്യൂ പോയിന്റ് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ജീപ്പ് ഇവിടം വരെ പോകുള്ളൂ. ഇനിയുള്ള ദൂരം ട്രക്കിംഗ് ചെയ്ത് തന്നെ പോകണം. ദൂരെ കാണുന്ന മലയുടെ മുകളിലേക്ക്, ആ ഒരു കുന്നിന്റെ മുകളിലേക്കാണ് നമുക്ക് ട്രക്ക് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അവിടെയാണ് ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റ് ഉള്ളത്. ഞങ്ങൾ ജീപ്പിൽ കയറി ഈ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം നടന്നു പോയാൽ ഇല്ലിക്കൽ കല്ല് കാണാൻ സാധിക്കുള്ളൂ. ഇവിടുത്തെ കാറ്റ് കണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്ന തരത്തിലുള്ള കാറ്റാട്ടോ, നല്ല കാറ്റാണ്. അന്ന് അത്യാവശ്യം ഇന്ന് വർക്കിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് മാത്രം, ഒരുപാട് തിരക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു ജീപ്പേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്നത്തെ സർവീസിന്. അപ്പോൾ നമുക്ക് 39 രൂപയാണ് താഴെ നീ മേളിൽ വരെ വരുന്നതിന് പെർ പേഴ്സൺ 39 രൂപയാണ് ജീപ്പിന്റെ ഫീസ്. അല്ല, നമ്മുടെ ആളുടെ എത്രയായിരുന്നു? 10 20 അല്ലേ? അപ്പൊ കുട്ടികൾക്ക് 10 രൂപയും അല്ലാതെ മുതിർന്നവർക്ക് 20 രൂപയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഫീസ്. ജീപ്പിന് 39 രൂപയാണ് പെർ പേഴ്സൺ കേട്ടോ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ജീപ്പ് കിടക്കുന്ന കേട്ടോ. ആ ജീപ്പിൽ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നമുക്ക് പോവാം, അല്ലെങ്കിൽ അവരെ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വരുമ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ താഴെ ചെറിയ കടകളുണ്ട്. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയ സ്നാക്സും വെള്ളമൊക്കെ. വെള്ളം മാക്സിമം കൂടുതൽ കരുതാൻ നോക്കുക. കാരണം ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കുട്ടികൾ വരുന്നതല്ലേ, കുട്ടികളായാലും മുതിർന്നവരായാലും വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അപ്പോൾ വെള്ളമൊക്കെ കൈ കരുതി പോവുക. അപ്പോൾ ഇത് നമ്മൾ ഇല്ലിക്കല്ല് കാണാനായിട്ടുള്ള ഒരു ചെറിയ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് 2 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ നടന്നു വരാനൊക്കെ ഇഷ്ടമുള്ളവരാണ്, കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു വരാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ജീപ്പ് എടുക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ റോഡ് കണ്ടല്ലോ, നമ്മൾ ജീപ്പ് ഇറങ്ങി ഇത്രയും ദൂരം ഈ റോഡ് വഴി നടന്നു വന്നു. ഇനിയാണ് ശരിക്കും ട്രക്കിംഗ് തുടങ്ങുന്നത് കേട്ടോ. അതായത് പാറയുടെ മുകളിലൂടെ ചവിട്ടി കയറി നമുക്ക് മേളിലേക്ക് പോകണം. അതിൽ കുറച്ച് ഭാഗത്ത് ഒരു റാമ്പ് പോലെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നടന്നു പോകാനായിട്ട്. പക്ഷെ അതൊന്നുമല്ല, അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ട്രക്കിംഗ് ചെയ്താലേ മേളിലെത്താൻ പറ്റുള്ളൂ. അതികഠിനമായ ട്രക്കിംഗ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ട്രക്കിംഗ് ആണ്.
വരുന്നവർ അത്യാവശ്യം നല്ലൊരു ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഞങ്ങൾക്കതേ ഷൂ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹാൻഡ് റെയിൽ കണ്ടല്ലേ, സ്റ്റീലിൽ ചെയ്ത നല്ല ഹാൻഡ് റെയിലാട്ടോ. 2-3 വർഷത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു റെയിലൊക്കെ ഇവിടെ ചെയ്ത് നമുക്ക് പിടിച്ച് കയറാം. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റ്. നല്ല രസമുണ്ട്. നമ്മൾ ഈ മുകളിലേക്ക് കയറും തോറും ചുറ്റുമുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട്. അവിടെ നിന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ തോന്നും. പെട്ടെന്നൊരു സ്വിച്ച് കയറി പോകാൻ തോന്നത്തില്ല. നല്ല ഭംഗിയാട്ടോ, നല്ല രസമുണ്ട്. ഇന്ന് പിന്നെ ഇപ്പം കോടയില്ല, പക്ഷെ കോട വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിസിബിലിറ്റി, അതായത് ചുറ്റുമുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദൂരം മേളിലേക്ക് കയറണം. ശരിക്കുമുള്ള ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിന്റെ നല്ലൊരു വ്യൂ കിട്ടും. 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻ കല്ലെന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി 20 അടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ വിടവിൽ 1/2 അടി മാത്രം വീതിയുള്ള നരകപാലം എന്ന ഭാഗമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു വലിയ എന്താ പറയുക, ഹെവി ട്രക്കിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. നല്ല രസം. ചുറ്റും നോക്കിയ കാഴ്ചകളേ ഉള്ളൂ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാനം ഭാഗമാണ് നമ്മളാ കാണുന്നത് കേട്ടോ. ജോസഫ് സിനിമയൊക്കെ നിങ്ങളും കണ്ടതല്ലേ, അതിലെ പ്രധാന ഭാഗങ്ങളൊക്കെ പുള്ളിക്കാനത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് വ്യൂ പോയിന്റിൽ നിന്നുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ ദൃശ്യം. ഈ കൊടുമുടിയുടെ മുകളിൽ നീലക്കൊടുവേലി ഉണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ഇവിടെ നിന്നാണ് മീനച്ചിലാറിൻ്റെ ഉത്ഭവം. മഴക്കാലത്ത് മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങുമ്പോൾ നീലക്കൊടുവേലി ഒഴുകി വരുമെന്നാണ് പഴമൊഴി. ഈ കാണുന്ന ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നരകപാലം. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടത് കേട്ടോ, തൃശ്ശൂരുകാരനായ മിഥുൻ. മിഥുൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ്. ഇന്ന് ഓഫ് കിട്ടിയപ്പോൾ ഇല്ലിക്കൽ കാണാൻ എത്തിയതാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു നിന്നു. അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാറ് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നോക്കി എത്ര ദൂരത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതെന്ന് കേട്ടോ. ആ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കയറ്റമായിരിക്കും ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചില്ലേ, പക്ഷെ കയറ്റമല്ല, ഇറക്കമാണ് ബുദ്ധിമുട്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായാൽ പല്ല് പോകും അല്ലേ? ഓക്കെ, വീണ ലൈവ് ആക്ഷൻ ക്യാമറയിൽ കിട്ടും. ബട്ടർഫ്ലൈനെ കാണില്ല, അതുകൊണ്ട് പാട്ട് ഓരോ കാലടിയും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാലിങ്ങനെ ഉറപ്പിച്ച് വെച്ച് മുന്നോട്ട്. പശ്ചിമഘട്ട മലനിരകളുടെ അതിമനോഹരമായ ഒരു പനോരമിക് വ്യൂ ആണ് ഇല്ലിക്കൽ കല്ലിൽ നിന്നാൽ നമുക്ക് ലഭിക്കുന്നത്. വിന്റർ സീസണാണ് ഇവിടം സന്ദർശിക്കാൻ പറ്റിയ സമയം. എങ്കിലും മഴക്കാലത്ത് ഇവിടെ വരുന്നത് വേറൊരു വൈബായിരിക്കും. ഇടിമിന്നലിനെ സൂക്ഷിക്കണമെന്ന് മാത്രം. അങ്ങനെ ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകളൊക്കെ കണ്ട് ജീപ്പിൽ കയറി പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി പറയുകയാണെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്നോ പാലായിൽ നിന്നോ വരാം. സ്വന്തം വാഹനത്തിലല്ല നിങ്ങൾ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ 2 സ്ഥലത്തു നിന്നും മങ്കൊമ്പ് എന്ന സ്ഥലത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. അങ്ങനെ മങ്കൊമ്പിലെത്തിയ ശേഷം ഓട്ടോയിലോ ജീപ്പിലോ നിങ്ങൾക്ക് ഇല്ലിക്കല്ലിലേക്ക് എത്താം. ഞങ്ങൾ ജീപ്പിൽ നമ്മൾ ആദ്യം വന്നില്ലേ, ജീപ്പ് കയറി പോയ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത്. മുകളിലത്തെ കാഴ്ചകൾ കണ്ടല്ലോ, അടിപൊളി കാഴ്ചകളാണ്, നല്ല രസമാണ്. പിന്നെ ഇല്ലിക്കല്ലിൽ ചില സമയങ്ങളിൽ കോട ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അത് 2-3 ദിവസമായിട്ട് കോടയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഭയങ്കര കാറ്റാണ്, കാറ്റ് ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം സോഡലൈമൊക്കെ കുടിച്ചില്ലേ, ആ കടയിലെ ചേച്ചിയാണ് പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ കോട വരുന്നത് അപൂർവമാണ്. അവിടുത്തെ കടകളുടെ മേൽക്കൂരി ഷീറ്റൊക്കെ കാറ്റടിച്ച് വത്തിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു കേട്ടോ 2 ദിവസം മുന്നേ. അപ്പോൾ അങ്ങനത്തെ കാറ്റിൻ്റെ കാരണം വേറെ കോടയൊന്നുമില്ല, പക്ഷെ നല്ല വ്യൂ ആണ്. നമ്മൾ വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്താൽ കൊണ്ടുപോയി, എല്ലാ ബാഗിലും 2 കുപ്പി വെള്ളം വെച്ച് എടുത്തിരുന്നു. പക്ഷേ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ തോന്നിയില്ല. ക്ഷീണമോ അങ്ങനെ വെള്ളം ദാഹമോ ഒന്നും തോന്നിയില്ല. ഈ ഒരു ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇന്ന്. നല്ല കാറ്റും തണുപ്പും ചൂടൊന്നും അറിഞ്ഞിട്ടില്ല. ഒരല്പം പോലും വേർത്തിട്ടില്ല ആരും. നമ്മളത്ര ഒത്തിരിയൊക്കെ നടന്നില്ലേ മുകളിൽ, വേർപ്പിൻ്റെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇല്ലിക്കൽ കല്ലിലെ കാഴ്ചകൾ കേട്ടോ. ഇനി ഈ പരിസര പ്രദേശത്ത് തന്നെ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതായത് ഇലവീഴ പൂഞ്ചിറ ഇതിനടുത്താണ്, നമുക്ക് അവിടേക്ക് പോകണം. പിന്നെ വാഗമണ്ണൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ വാഗമണ്ണിലേക്ക് പോയി. ഇവിടുന്ന് കുറച്ചൊരു 20-30 കിലോമീറ്ററിനുള്ളിലാണെന്ന് തോന്നുന്നു വാഗമണ്ണുള്ളത്. അപ്പോൾ കാണാൻ ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങൾ, കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും മർമല ഫോൾസും ഒക്കെ ഇതിനടുത്തുണ്ട്. അവിടെയൊക്കെ പോകുന്നവർക്ക് അങ്ങനെ പോവാം. ഒരുപാട് റൈഡേഴ്സും കാര്യങ്ങളും ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. പക്ഷേ കോടയൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു ഫീലാണ്. ചെറിയ കോടയും ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു ഫീലായിരിക്കും. പക്ഷേ ഇന്ന് കോടയൊന്നുമില്ല, എന്നാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല. അപ്പോൾ ട്രിവാൻഡ്രം മുതൽ ഇങ്ങോട്ട്, അതായത് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഭാഗങ്ങൾ എന്നുള്ളവർക്കൊക്കെ 1 ഡേ ട്രിപ്പിനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഇല്ലിക്കൽ കല്ലും ഇലവീഴ പൂഞ്ചിറയും ഒക്കെ. ഇതിൻ്റെ അടുത്ത് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ 1 ഡേ ട്രിപ്പായിട്ടൊക്കെ വരാൻ നോക്കുക, അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.